നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം ഡോക്ടർ എസ് ലാൽ. സ്വാഗതം. നമസ്കാരം. പ്രത്യേക അഭിമുഖ പരിപാടിയിൽ നമ്മൾ ആരോഗ്യം മാത്രമല്ല രാഷ്ട്രീയം കൂടി സംസാരിച്ചു പോവുകയും ചെയ്യും. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ചർച്ച ചെയ്യുകയാണ്. മന്ത്രി ആ വകുപ്പിനെ വികൃതമാക്കി എന്നുള്ളൊരു അഭിപ്രായം അങ്ങേക്കുണ്ട്? ഇതൊരു തുടർച്ചയായൊരു പ്രോസസ്സായിരുന്നു. അപ്പോൾ ഈ മന്ത്രി വന്നപ്പോഴും അതിനകത്ത് വകുപ്പിൽ ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. രണ്ട് കാര്യമാണ്. കേരള നമ്പർ 1 ആണെന്ന് പറഞ്ഞത് സത്യമാണ്. അത് 70കളിൽ തൊട്ടേക്ക് രേഖപ്പെടുത്തപ്പെട്ടതാണ് കേരള നമ്പർ 1 ആണ്. അത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തുടരുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുടെയും മേന്മ അങ്ങനെ പലതും ചേർന്നിട്ടാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റുകൾക്ക് അത് താഴ്ത്താൻ പറ്റില്ല. അത് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ഗവൺമെൻറ്റുകൾ വന്നപ്പോഴത്തേക്ക് മൊത്തത്തിൽ ആരോഗ്യവകുപ്പിനെ കൈകാര്യം ചെയ്ത രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് തിരുത്താൻ ഈ ആരോഗ്യമന്ത്രിയും കഴിഞ്ഞിട്ടില്ല. അത് കാരണം ഒരുപാട് വൈകൃതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യ രംഗത്ത്. മാത്രമല്ല മുൻ മന്ത്രിമാരുടെ അത്രയൊന്നും ഒരു എഫിഷ്യൻസി ഇങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ടും പാർട്ടിയിൽ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടും അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാവുന്നുണ്ട്. എനിക്ക് പലപ്പോഴും അവരൊരു പാവം തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ആരോഗ്യമന്ത്രിക്ക് സ്വന്തമായിട്ട് കുറേ തീരുമാനങ്ങൾ പഠിക്കാനും എടുക്കാനും കഴിയും. അത് ഈ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആരോഗ്യവകുപ്പിൽ തകർച്ചയുണ്ടായിരുന്നു. അത് രാഷ്ട്രീയമല്ല കേട്ടോ. നമ്മൾ ഇടത് മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന CPM ഡോക്ടർമാരും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വേദിയിൽ ചർച്ച ചെയ്യുന്നതാണ്. ആരോഗ്യം ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത്. മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ നമുക്കറിയാം. പക്ഷേ ആ സർക്കാരിൻ്റെ കാലത്തൊന്നും തന്നെ ഇല്ലാത്ത ചീത്തപ്പേരാണ് ഇക്കാലയളവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേട്ടത്. അപ്പോൾ ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊല്ലാപ്പുകൾ വന്ന് പെട്ടതാണോ? നമുക്കറിയാം തലമുതിർന്ന മാധ്യമപ്രവർത്തകയൊക്കെ ആയിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ കൃത്യമായി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ചലിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായി എന്ന് അങ്ങ് കരുതുന്നുണ്ട്? പരാജയം വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ഞാൻ നോക്കാറുണ്ട് അവരുടെ മേഖലയ്ക്ക് അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയായിരുന്നു ചിലപ്പോൾ ഒരു നല്ല മന്ത്രി ആയിപ്പോയതിന്. ആരോഗ്യവകുപ്പ് വളരെ കോംപ്ലക്സാണ്. ഞാൻ 43 വർഷത്തെ പരിചയം വെച്ചാൽ പറയുന്നത്. വിദ്യാർത്ഥിയായ 43 വർഷം മുമ്പാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ വകുപ്പാണ്. വളരെ കോംപ്ലക്സാണ്. നമുക്കൊരു മന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് മെഡിക്കൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PhD ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഉദ്യോഗസ്ഥരിൽ നിന്ന്, സാങ്കേതിക വിദഗ്ധരിൽ നിന്ന്. അപ്പോൾ അതൊന്നും നടക്കുന്നേ ഇല്ല. എനിക്കറിയാവുന്നതുകൊണ്ടാണ്. നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലും അത് റെസ്പോൺസ് മോശമാണ്. അപ്പോൾ അത് കുറച്ച് CPM സൗഹൃദമുള്ളവർ മാത്രം സഹകരിച്ചാൽ മതി എന്നുള്ള ആ ഒരു നിലപാടിൻ്റെ വ്യത്യാസമാണ്, പ്രശ്നമുണ്ട്. പിന്നെ ചില മന്ത്രിമാരെ നന്നായി പഠിക്കുമായിരുന്നു. അവർ വകുപ്പ് നന്നായി പഠിച്ചെടുത്തിട്ട് അത് ഈ മന്ത്രി കഴിഞ്ഞിട്ടില്ല. പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ഈ മന്ത്രിക്ക് കഴിയുന്നില്ല. പാർട്ടിയിൽ സീനിയറായിട്ടുള്ളവരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശൈല ടീച്ചറിൻ്റെ കാലം തൊട്ട് ഈ ആരോഗ്യവകുപ്പിനെ ഈ PR വർക്കിനുള്ള ഡിപ്പാർട്ട്മെൻറ്റാക്കി. ഒരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അത് മന്ത്രി വൈറസിനെ വെടിവെച്ച് ഓടിച്ചാൽ രീതിയിലുള്ള സിനിമകളും അത് അങ്ങനെയല്ല വകുപ്പ് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ ഗവൺമെൻറ്റുകൾ ഇല്ലാത്തപ്പോൾ പോലും ആരോഗ്യവകുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗവർണർ ഭരണം വന്ന ഇവിടെ മെഡിക്കൽ കോളേജ് അടക്കിയില്ലല്ലോ. അപ്പോൾ മന്ത്രി എന്നൊരു പൊളിറ്റിക്കൽ ഹെഡാണ്. രാഷ്ട്രീയ നേതൃത്വം കൊടുക്കണം, ദിശാബോധം കൊടുക്കണം. പക്ഷേ എല്ലാ കാര്യത്തിലും കയറി ഇടപെടരുത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറും അഡീഷണൽ ഡയറക്ടർമാരും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ വളരെ 10-25 വർഷമൊക്കെ സർവീസ് ആകുമ്പോൾ ഈ പോസ്റ്റുകളിൽ അവർ എത്തുന്നത് പോലും അവർ സുഖമായി നടത്തിക്കൊടുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ ഇടപെടൽ. മന്ത്രിക്ക് പറ്റിയത് മാധ്യമപ്രവർത്തനമാണ്, രാഷ്ട്രീയമല്ല എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ നമ്മൾ ഇക്കാലത്ത് ഉയർന്നു കേട്ടത് കൂടിയാണല്ലേ? അതെ, ഞാൻ വ്യക്തിപരമായിട്ട് അവരെ ആക്രമിക്കാൻ തയ്യാറില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാനുള്ളൊരു പരിചയം അവർക്കുണ്ടായിരുന്നില്ല, പാർട്ടി പിന്തുണ ഉണ്ടായിരുന്നില്ല, അവർക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഇല്ല. ഇതെല്ലാം കൂടെ വന്നപ്പോൾ മറ്റു പലരും ഇതൊക്കെ പാർട്ടിയൊക്കെ അതിജീവിച്ച് അവർ സ്വന്തം കേപ്പബിലിറ്റി കൊണ്ട് കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതിനുദാഹരണമാണല്ലേ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. അദ്ദേഹം അന്ന് അധികാരത്തിൽ വന്ന സമയത്ത് ഒരുപാട് ട്രോളുകൾക്കൊക്കെ വിധേയനായ മനുഷ്യൻ കൂടിയാണ്. പിന്നീട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ചൂണ്ടിക്കാട്ടുന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവായിട്ട് പോലും ഞാൻ കരുതില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുള്ളവർ അദ്ദേഹം കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. കഴിവുള്ളവരെ ഉൾപ്പെടുത്തി ടീമുണ്ടാക്കിയിട്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന വരികളൊന്നും അദ്ദേഹത്തിൻ്റെ അല്ലാതെ എനിക്ക് തന്നെ അറിയാം. കാരണം പണ്ടേ പരിചയമുള്ളതാണ്. അപ്പോൾ ഇത്തരം സാഹിത്യമോ അല്ലെങ്കിൽ ഇത്തരം സാങ്കേതികരുടെ ശിവൻകുട്ടിയാണ്. അതാണ്. അപ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഭയന്നിരുന്ന ഒരാളാണ്. വിദ്യാഭ്യാസ കാലത്ത് ചട്ടമ്പിയായിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹം മന്ത്രിയായപ്പോൾ കഴിവുള്ളവർ യൂണിവേഴ്സിറ്റി കോളേജിൽ കോളേജ് ചെയർമാനായിരുന്നു ഞാൻ അവസാനത്തെ കേസ് ചെയർമാനാണ്. കേസുകാർ പലരും ഇദ്ദേഹം വരുമെന്ന് പറഞ്ഞാൽ കോളേജ് വരില്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് പോട്ടെ. പക്ഷേ അദ്ദേഹം മന്ത്രിയായപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ടായതല്ല, ജീവിത പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹം കഴിവുള്ളൊരു ടീമിൽ വെച്ചിട്ട് അപ്പോൾ പലതും നമുക്ക് വായിക്കുമ്പോൾ പലർക്കും അതിശയം തോന്നും. പക്ഷേ അദ്ദേഹം ശിവൻകുട്ടി ഇതെല്ലാം ഞങ്ങൾക്കും അറിയാം. പക്ഷേ അതുപോലെ ഈ ആരോഗ്യമന്ത്രി കഴിഞ്ഞില്ല എന്നാണ്. കഴിവുള്ളവരെ ഉപയോഗിച്ച് നടത്തുക. ഇപ്പോൾ ഈ നടക്കുന്നത് ഡോക്ടർമാരുടെ സമരം, നേഴ്സുമാരുടെ സമരം, അങ്ങനെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ചൂടുപിടിച്ച് ഓരോ ദിവസവും ഇങ്ങനെ വരികയും ചെയ്യുന്നത്.
അപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് ഇത് എന്തു പറ്റിയെന്നുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവാദി മന്ത്രി മാത്രമായി ചുരുങ്ങുകയാണോ? അല്ല, മന്ത്രിയാണ് നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന മന്ത്രി. പക്ഷേ ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട്, CPM പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ കേരളത്തിലെ നഴ്സുമാർ, ആശാ വർക്കർമാർ, ഡോക്ടർമാർ, വിവിധതരം ഡോക്ടർമാർ, നഴ്സുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിൽ ആവർത്തിച്ച് പറയുകയാണ് അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നുള്ള കാര്യം. സർക്കാർ നഴ്സുമാർ സമരം ചെയ്യും. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. ചർച്ചയ്ക്ക് വിളിച്ച് ഇതിന് പ്രശ്നപരിഹാരം വേഗത്തിൽ വേണ്ടതാണ്. അതിനകത്ത് ഞാൻ അടുത്ത കാലത്തൊരു ചർച്ചയിലും പറഞ്ഞു, ആരോഗ്യമന്ത്രി ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട അവർ ഗവൺമെൻറ് വകുപ്പിൻ്റെ മാത്രം മന്ത്രിയല്ല. കേരളത്തിൽ അത് ആയുർവേദമായാലും ഹോമിയോ ആയാലും പ്രൈവറ്റ് ആയാലും പ്രകൃതി ചികിത്സക്കാരൻ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഹെൽത്ത് സിസ്റ്റം. ഇവരെല്ലാത്തിനും കൂടെ മന്ത്രിയാണ്. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിൽ ശമ്പളം കുറവാണെങ്കിൽ അത് ആരോഗ്യമന്ത്രി ഇടപെടേണ്ട വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നഴ്സുമാർ, ആശാ വർക്കർമാർ, ഈ സകല ഡോക്ടർമാരെല്ലാം സമരം ചെയ്യുകയാണ്. ഇവരെല്ലാവരും CPM ആണ്, CPM വിരുദ്ധമാണ്, ഇവരെല്ലാവരും UDF ആണ്. അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ എല്ലാ സമൂഹവും സമരത്തിലാണെങ്കിൽ വകുപ്പിൽ പ്രശ്നമുണ്ട്. അതിന് വകുപ്പിലെ സാങ്കേതിക വിഷയങ്ങൾ പരിഹാരം കാണുകയാണ് വേണ്ടത്. അല്ലാതെ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യമില്ല. കണ്ണൂരിൽ മന്ത്രിക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിലൂടെ അവർ ഒരു സ്വയം പരിഹാസ കഥാപാത്രമായി മാറുകയല്ലേ ചെയ്തത്. കേസുകാർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. കഴുത്തിന് ഉളുക്ക് സംഭവിച്ചു എന്നുള്ള തരത്തിൽ പിന്നീട് പിറ്റേ ദിവസം നമ്മൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. പല CCTV ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തു. അന്ന് സ്പീക്കർ അവരോട് സംസാരിച്ച ശേഷം അടുത്ത ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് വരികയൊക്കെ ചെയ്തു. അത് വലിയ വിമർശനത്തിനൊക്കെ ഇടയാക്കി. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അവർ രോഗി എന്ന നിലയ്ക്ക് അവരുടെ അസുഖം പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട്, അത് നമ്മളതിനെ ബഹുമാനിക്കണം. പക്ഷേ ഇത് അവർ ചെയ്തല്ലെന്നറിയാം. കാരണം അവർ ചിരിച്ചുകൊണ്ടിരുന്ന അവർ പെട്ടെന്ന് രോഗിയാക്കുന്നത് രാഷ്ട്രീയമാണ്. ഈ കോളേജുകളിലൊക്കെ അടി നടന്നിട്ട് പിന്നെ ആശുപത്രി പോയി കിടക്കുന്ന അവിടെയും വന്ന് അടിക്കും. ആ രീതിയിലേക്ക് സ്പീക്കറും മന്ത്രിമാരൊന്നും ഇടപെടരുത്. ഒരു ചികിത്സാലയത്തിൽ അസുഖം ഉണ്ടെങ്കിൽ വരാം, പക്ഷേ അത് രാഷ്ട്രീയത്തിനുള്ളൊരു വേദിയായിട്ട് ആശുപത്രികളെ മാറ്റുന്നത് അത് വിമർശനം അർഹിക്കുന്നത് തന്നെയാണ്. അങ്ങനെ അതൊരു മോശമായ ട്രെൻഡാണ്. ഇല്ലാത്ത അസുഖം, ഇനി അസുഖം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, പക്ഷേ അത് സ്പീക്കർ പറഞ്ഞു കൊടുക്കുന്ന അസുഖം വന്നിട്ട് ഒരു മന്ത്രി ആശുപത്രി കിടക്കുന്നത് തെറ്റായ പ്രവണതയാണ്. ചികിത്സാലയങ്ങളെ എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ കിട്ടുന്ന അറ്റൻഷൻ, എത്രയോ വലിയ ബോർഡൊക്കെ ഉണ്ടായി 15 പേരുടെ, ഇതൊക്കെ സാധാരണക്കാരന് കിട്ടേണ്ട ചികിത്സയും ഡോക്ടർമാരാണ്. അപ്പോൾ അത് ഒഴിവാക്കണം. രണ്ടാമത്, എനിക്ക് അവരോട് സഹതാപനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അവർ പേടിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഇവർ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ പ്രസ്ഥാനങ്ങളുടെ ഒന്നും വന്നൊരു സ്ത്രീയല്ല. വനിതകൾ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ഞങ്ങൾ പറയുന്നവരാണ്, ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. പക്ഷേ ഇവർ ഈ പെട്ടെന്ന് മുദ്ര കേട്ടവർ ഭയന്നിട്ടുണ്ടാവും. ഭയന്നതിൻ്റെ പേരിൽ അത് ഞാൻ മനസ്സിലാക്കാം. പക്ഷേ കഴുത്തിലെ പ്രശ്നങ്ങളൊക്കെ അത് മെഡിക്കൽ സയൻസിനോ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല. പക്ഷേ അവർക്ക് വേറെ വഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇടതു മുന്നണിയുടെ അഭിമാനം രക്ഷിക്കാനായിട്ട് ഒരു കഴുത്തിലൊരു കോളർ അവർ ചുമന്ന് നടക്കുകയാണ്. അതൊരു കഷ്ടമാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. ഞാൻ ഡോക്ടർ കൂടിയായിട്ട് അത് പറയുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഒരുപാട് അനാസ്ഥകൾ കേൾക്കുകയാണ്. വയറ്റിൽ കത്രിക മറന്നു വയ്ക്കുന്നു, ഓപ്പറേഷൻ കൃത്യമായി ഓരോ ഇപ്പോൾ കൈക്ക് ഓപ്പറേഷനുമായി വരുമ്പോൾ കാലിന് ഓപ്പറേഷൻ നടത്തുന്നു. അങ്ങനെ ശസ്ത്രക്രിയകൾ പലപ്പോഴും കറക്റ്റായിട്ടല്ല നടക്കുന്നത്, ശരിയായിട്ടല്ല നടക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. ഇതിപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിന് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ മന്ത്രിയുടെ തലയിലേക്ക് മാത്രം ഈ ഉത്തരവാദിത്വം വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അതിന് എന്താണ് പ്രതികരണം? അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് ഈ വിഷയങ്ങൾ നമ്മൾ ഡോക്ടറായാലും നഴ്സായാലും മന്ത്രിയായാലും രോഗിയുടെ സൈഡിലാണ് നിൽക്കേണ്ടത്. നമുക്കൊരു കത്രിക മറന്നു വയ്ക്കുമ്പോൾ പറയാം 10,000 കേസിൽ ഒന്നേ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ രോഗിയുടെ സംശയം 100%. അവർ 10,000 കത്രികയല്ല, 100% കത്രിക അവർ വയറ്റിനകത്താണ്. അപ്പോൾ അത് രോഗിയുടെ സൈഡിൽ നിന്ന്. പക്ഷേ എന്നാലും ഒരു സർജറി നടക്കുന്ന സമയത്ത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഒരു സാമാന്യ ബോധമെങ്കിലും ഇത് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടേ? അതിനകത്ത് പിശകാണ്, അതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല. എന്തുകൊണ്ട് പിശകെന്നുള്ള വിഷയം ചർച്ചയിലേക്ക് വരും. ഞാൻ പറഞ്ഞത് രോഗിക്ക് ശരീരത്തിനകത്തൊരു മുട്ടുസൂചി കിടന്നാലും രോഗിക്ക് അത് ബുദ്ധിമുട്ടാണ്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ആ സ്ത്രീയുടെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ അവർ നൽകിയ അഭിമുഖങ്ങൾ. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ ഈ മറുവശം നോക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിപ്പിച്ചവരും ഒക്കെ ഒരുപാട് പേര് മെഡിക്കൽ കോളേജിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു 1.5 വർഷം മുമ്പ് റോഡിൽ മരിച്ചു എന്ന് നാട്ടുകാർ വിചാരിച്ച ഒരാളെ ഞാൻ റോഡപകടത്തിൽപ്പെട്ട ആളാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് 1 മണിക്കൂറോളം 1/2 മണിക്കൂറിലധികം എടുത്തു അയാൾക്കൊരു ശ്രദ്ധ കിട്ടാനായിട്ട്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത്യാഹിതമായി ചെന്നപ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും യുദ്ധസ്ഥലത്ത് പോലെ അവിടെ ഓടുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാർഡിയോൾ 2 ഡോക്ടർമാർ 700 പേരെ നോക്കുന്നു. ഇങ്ങനത്തെ ഒരു തിരക്കിൻ്റെ വിഷയമുണ്ട്. തിരക്ക് കാരണം ഈ തെറ്റ് വരാൻ പാടില്ല. പക്ഷേ നമുക്ക് ആലോചിച്ച് നോക്കണം, ഒരു വളരെ എപ്പോഴും സംഘർഷം നടക്കുന്ന ഒരു പ്രദേശമാണ് വലിയ ആശുപത്രികൾ. അവിടെ ഇങ്ങനത്തെ പറ്റിപ്പോകുന്നത് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ കൊടുക്കാത്തതുകൊണ്ടാണ്. എന്നാൽ എനിക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഇരിപ്പുണ്ട് മലയോര ജില്ലയിൽ. അവർക്ക് അവിടെ ഇന്ന് പാരസെറ്റമോൾ പനിയുടെ മരുന്ന് കുടിക്കാനുള്ള സാധനമേ ഉള്ളൂ. പക്ഷേ ഡിഗ്രി ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെയാണ്.
പക്ഷേ എന്നാൽ നേരെ മറിച്ച് അതൊരു സംസ്ഥാന തലത്തിലുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ഗുണകരമാകും. ഇതുവരെയൊക്കെ റീഓർഗനൈസ് ചെയ്ത് അത്രയും ചർച്ചകൾ ഗവൺമെൻറ് നടക്കുന്നില്ല. ഈ ആരെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ദേഷ്യം വരുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പലരും ട്രാൻസ്ഫർ ചെയ്യുന്ന രക്ഷപ്പെടുന്ന കഥകൾ എനിക്കറിയാം. അത് പാർട്ടി പോലും നോക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉള്ള ഡോക്ടർമാരെ കൃത്യമായി വിന്യസിച്ച് രോഗികൾക്ക് വേണ്ടി പറയണം, രോഗികൾക്ക് വേണ്ടി വിന്യസിക്കണം. അതിൻ്റെ കുറവുണ്ട്. അതേസമയം തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാകുന്ന സമയത്ത് മന്ത്രി റിപ്പോർട്ട് തേടാറുണ്ട്. ഈ റിപ്പോർട്ടുകളല്ലേ അലമാരിക്കകത്ത് കൃത്യമായി ഭദ്രമായി വച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ അല്ലേ? കാരണം ഒരു കർശന നടപടി എടുക്കുമെന്നൊക്കെ ആവർത്തിച്ച് ആ ദിവസം പറഞ്ഞു പോകാറുണ്ട്. പിറ്റേ ദിവസം വീണ്ടും വാർത്തകൾ മാറുമ്പോൾ പിന്നെ അതിന് പിന്നാലെ പോകാറില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ റിപ്പോർട്ടുകളൊരു അപഹാസ്യമായി പോകുന്നു. ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പറയാറുണ്ട് ഈ റിപ്പോർട്ടുകളെ പറ്റി അന്വേഷിക്കാൻ വേറൊരു മന്ത്രിയുടെ ആവശ്യം വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞാൻ UDFൻ്റെ ഹെൽത്ത് കമ്മീഷൻ ചെയർമാൻ, ഞങ്ങൾ അടുത്തിടെ പുറത്തേക്ക് റിപ്പോർട്ടുണ്ട്. കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. പ്രതിപക്ഷ പാർട്ടി ചെയ്യേണ്ടി വന്ന ഗതികേടാണ്. കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ള ആരോഗ്യരംഗത്ത് ഗവൺമെൻറ് പോലും പഠിച്ചിട്ടില്ല. 2013 ആരോഗ്യ നയമാണ് ഇപ്പോഴുള്ളത്. ഉമ്മൻചാണ്ടി ഇറക്കിയ 2019 ഒരു സീനിയർ ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയെങ്കിലും രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹം ഇട്ടിട്ട് പോയി. നമ്മൾ 1-ാം നമ്പർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് 13 വർഷമായിട്ടൊരു ഹെൽത്ത് പോളിസി ഇല്ല. ഗൂഗിൾ ചെയ്താൽ പോലും കിട്ടുന്നില്ല. പിന്നെ നമുക്കൊരു പൊതുജന ആരോഗ്യ ആക്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്തിട്ടുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യരംഗത്ത് പൂർണ്ണമായിട്ടും അവഗണനയാണ്. പിന്നെ ഇനിയിപ്പോൾ മന്ത്രി 2 മാസമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ താല്പര്യം നഷ്ടപ്പെട്ട് കാണും. പിന്നെ ഈ കോളർ പരിപാടികൾ മാത്രം കാണിച്ച് രാഷ്ട്രീയം മാത്രം കാണിക്കൽ ശ്രമമാണെന്ന് തോന്നുന്നു. അങ്ങ് നേരത്തെ പറയുകയുണ്ടായി അങ്ങ് UDFൻ്റെ ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഒരു പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ, ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എന്താണ് പ്രശ്നം? രോഗികൾ ചെന്ന തറയിൽ കിടക്കുകയാണ്. കേരളത്തിൽ ഒരു രോഗിയും തറയിൽ കിടക്കാൻ പാടില്ല. കട്ടിലവൻ്റെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ചയും വെന്റിലേറ്റർ കിട്ടാതെ മരിച്ച 55-കാരനെ എനിക്കറിയാം. നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കിടന്ന് മരിച്ചു. ഒരു രോഗിയും കേരളത്തിൽ വെന്റിലേറ്റർ കിട്ടാതെ മരിക്കരുത്. അത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ്. പലപ്പോഴും നമ്മൾ ഈ കാണുന്നതാണ്, ഈ സാംക്രമിക രോഗങ്ങൾ അടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും രോഗികൾ തറയിൽ കിടക്കുന്നത്. പിന്നീട് അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാവുമ്പോഴാണ് ഇപ്പോഴും തറയിലും കട്ടിൽ 2 പേര്. പകർച്ചവ്യാധി പരസ്പരം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പിന്നെ തറയിൽ 2 പേരാണ്. അപ്പോൾ ഇവരുടെ കൂടെ വരുന്ന സ്ത്രീകളാണ് എപ്പോഴും ബൈസ്റ്റാൻഡർമാർ. അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ ഒരു അഭയാർത്ഥി ക്യാമ്പ് പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലും കഴിയേണ്ടി വരുന്നത് മോശമാണ്. അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ നല്ലതാണ്, ചില ഉപകരണങ്ങൾ നല്ലതാണ്. ഞാൻ പറയുന്ന എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ ഒരു 30 കൊല്ലം ഒരു വീട് വെച്ചു. അന്ന് അവാർഡ് കിട്ടിയ നല്ല വീടാണ്. ഇപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അവരുടെ കുട്ടികളും മരുമക്കളും ചെറുപ്പം എല്ലാവരും പറയണം ഞാൻ 25 വർഷം വെച്ച ഉഗ്രം വീടാണ്, ഇവിടെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന പോലെയാണ്. കേരളത്തിൽ ആരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോൾ ഉള്ള ജനസംഖ്യയ്ക്കും അവരുടെ രോഗാതുരതയ്ക്കും രോഗങ്ങൾക്കും വേണ്ടി സൗകര്യങ്ങൾ അവിടെ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, ഉപകരണങ്ങളില്ല. അതുകൊണ്ടല്ലേ ഡോക്ടർ ഹാരിസ് അങ്ങനെ പറയേണ്ടി വന്നു, പാവപ്പെട്ടവന് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ വീഴ്ചിട്ട് പറ്റുന്നില്ല. യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഡോക്ടർ എന്ന നിലയ്ക്കും പൊതുപ്രവർത്തന നിലയ്ക്കും 2 തരത്തിൽ ഞാൻ ഇടപെടുന്ന ആളാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേരളം വലിയ തോതിൽ കേട്ടതാണ്. ഹാരിസ് ചിറക്കലിൻ്റെ അതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാളെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. അയാൾ ഭാഗ്യം പാർട്ടി ബന്ധമുള്ളതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഒരു 2 മാസം മുമ്പ് ഒരു INTUC നേതാവ് വിളിക്കുകയാണ്. ചാലയിലെ ചുമട്ട് തൊഴിലാളിയായ സ്ത്രീ അസുഖമായിട്ട് വീണിട്ട് അവർ തിരുവനന്തപുരം പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി. അവർക്കറിയില്ല. 10 ലക്ഷത്തിന് മേളിലാണ് ബില്ല്. അയാൾ പറയുകയാണ് ഇവരൊരു 100 രൂപ പോലും ഇവർ കയ്യില്ലാത്ത സ്ത്രീയാണ്. ഇങ്ങനെയുള്ളവർക്ക് ചികിത്സ കിട്ടണ്ടേ? പൈസ ഉള്ളവർ പ്രൈവറ്റ് ആശുപത്രി പോയി ചികിത്സിക്കട്ടെ. മന്ത്രിമാരൊക്കെ പോകുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ പാവപ്പെട്ടവന് ചികിത്സ കിട്ടാനായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ സർക്കാർ ആശുപത്രികൾ സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറയുന്ന മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു. ഇവിടെ എല്ലാം ഉണ്ടെന്ന് പറയുന്ന ആരോഗ്യമന്ത്രി. നമ്മൾ അവിടെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മുഖ്യമന്ത്രിക്കാണോ മന്ത്രിക്കാണോ അല്ലെങ്കിൽ സിസ്റ്റത്തിനാണോ വീഴ്ച എന്നുള്ളതാണ്. ഈ സിസ്റ്റം അത് മന്ത്രി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലുള്ള സിസ്റ്റമാണ്. പക്ഷേ അതിൻ്റെ നേതൃത്വം ആരോഗ്യമന്ത്രിക്കാണ്. ഇവിടെ അവാർഡ് കിട്ടുമ്പോൾ ആരെ പോയി വാങ്ങിക്കുന്നത്? അംഗൻവാടി വർക്കറോ ആശാ വർക്കറോ അല്ല. അവാർഡ് കിട്ടുമ്പോൾ ഡൽഹിയിലും ഈ കിട്ടാത്ത അവാർഡ് അമേരിക്കയിൽ പോയി വാങ്ങിക്കും. അപ്പോൾ പ്രശ്നം വരുമ്പോൾ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. നല്ല നേതാവിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയായാലും എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതെൻ്റെ ടീമിൻ്റെയാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം എടുക്കുമെന്ന് പറയുന്നതാണ് നേതാവ്. ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രശ്നം വരുമ്പോൾ ആവന്മാരെല്ലാം കൂടെ കുഴപ്പമുണ്ടാക്കിയെന്ന് പറയും, അവാർഡ് കിട്ടുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കും. ഇവിടെ ആശാപ്രവർത്തകരുടെ സമരം നമ്മളിവിടെ കണ്ടതല്ലേ, എത്രയോ ദിവസം ഒരു സമരം നടത്തി. ആശാപ്രവർത്തകരുടെ ചെയ്ത പണിയുടെ അവാർഡ് മന്ത്രിക്ക് കിട്ടുന്നത്. ഈ കേരളത്തിൽ ശിശുമരണർക്കും മാതൃമരണർക്കും ഇത്രയും കുറഞ്ഞു വരുന്നതിൻ്റെ പകർച്ചവ്യാധികൾ കുറയുന്നതിൻ്റെ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നതാണ്. മന്ത്രിക്ക് പോകാൻ പറ്റുമോ? ഡോക്ടറായി ഞങ്ങൾക്ക് എല്ലായിടത്തും പോയി പറ്റും. പാവപ്പെട്ട ഈ തൊഴിലാളിയാണ് ഈ വീടുകളിൽ പോകുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത്. ആരോഗ്യം ഒരിക്കലും പറയണമായിരുന്നു ആശാ വർക്കർമാർക്ക് വേണ്ടി ഞാൻ ഈ അവാർഡ് സ്വീകരിക്കുന്നത്.
അന്നേരം ഇത് പോയി ഞങ്ങളുടെ മുന്നണിയുടെ മന്ത്രിസഭയുടെ പറഞ്ഞോട്ടെ, പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്നുള്ള അവരുടെ ഉള്ളിലെങ്കിലും തിരിച്ചറിയണം. BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു, കേരളത്തിൽ ഈ ശിശുമരണ നിരക്ക് കുറയുന്നത് ഈ വിദ്യാർത്ഥികളും തൊഴിൽ തേടി യുവാക്കളുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണെന്ന്. എന്ത് ബ്ലണ്ടറാണല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം വിഷയം അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്നൊരു പാർട്ടിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ, ആരോഗ്യമന്ത്രി ആകുമ്പോൾ വിഷയങ്ങൾ അറിയില്ല. പക്ഷേ ഇത് അറിയുന്നവർ ചോദിച്ചിട്ട് പറയണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹെൽത്ത് കമ്മീഷൻ ഉണ്ടായത്? ഞങ്ങൾ 1300 ആരോഗ്യ വിദഗ്ധരാണ് 6-7 മാസം വർക്ക് ചെയ്ത്. അതിനകത്തുള്ള വരികളാണ് VD സതീശൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടാണ് പറയുന്നത്. എല്ലാ പ്രതിപക്ഷ നേതാവുമ്പോൾ MBBS ഡിഗ്രി കിട്ടുന്നില്ല, പക്ഷേ അദ്ദേഹം പഠിച്ചിട്ട് അല്ലെങ്കിൽ വിഷയം അറിയുന്നവർ ചോദിച്ചിട്ട് പറയും. അപ്പോൾ BJPയുടെ വലിയ പ്രസിഡൻ്റൊക്കെ ഇങ്ങനെ അബദ്ധങ്ങൾ പറഞ്ഞു പോകരുത്. മാത്രമല്ല, ഇത് ആർക്കും വിധിച്ചെടുക്കാവുന്നതല്ല. കേരളത്തിലെ ആരോഗ്യം മെച്ചപ്പെട്ടതിന് കേരളത്തിലേക്ക് ഒഴുകുന്ന 42 നദികൾ ഉൾപ്പെടും. ഈ 42 നദികൾ ഏതെങ്കിലും സർക്കാർ ഉത്തരവനുസരിച്ചാണ് കേരളത്തിലേക്ക് ഒഴുകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുടിക്കാനും കുളിക്കാനും കൃഷിക്കും വെള്ളമുള്ള നാടാണിത്. പിന്നെ 200-ലധികം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ എന്താണ് ഈ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വാക്സിനേഷൻ വകുപ്പ് ഉണ്ടായിരുന്ന നാടാണ്. രാജഭരണ കാലത്ത് പോലും അവരൊക്കെ ഇതിനകത്ത് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. പിന്നെ സ്ത്രീ സാക്ഷരത, എവിടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അവിടെ ആരോഗ്യം മെച്ചപ്പെട്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റ് താഴെ വീണ് കഴിഞ്ഞാൽ അമ്മ തിന്നാൻ സമ്മതിക്കില്ല, വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന ചേച്ചിയും തിന്നാൻ സമ്മതിക്കില്ല. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാലും കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അഴുക്കുചാലിലേക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ. മല മുഴുകുന്ന അഴുക്കുചാലിലെ കുട്ടികൾ നിൽക്കുന്നത്, അവൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം അതിലേക്കാണ് വീഴുന്നത്, അവൻ തിരിച്ചെടുത്ത് തിന്നും. കേരളത്തിന് പ്രകൃതി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലുകളുമുണ്ട്, അതിനെ മാറ്റി വയ്ക്കുന്നില്ല എല്ലാ ഗവൺമെൻറ്റുകളും. അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പകുതി ഒറ്റയടിക്ക് തുടങ്ങിയത്. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ മന്ത്രിസഭ ഇരിക്കുന്നതുകൊണ്ടാണ് ശിശുമരണ നിരക്ക് കുറഞ്ഞത്, മാതൃമരണ നിരക്ക് കുറഞ്ഞതെന്നോ അല്ലെങ്കിൽ ആയുർദൈർഘ്യം കൂടിയെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് അറിയാത്തണം. ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ് റാങ്ക് കിട്ടിയ ക്ലാസ് ടീച്ചർ പറയുകയാണ്, ഞാൻ ക്ലാസ് ടീച്ചറായതുകൊണ്ട് അവർ റാങ്ക് കിട്ടി. LKG തൊട്ട് പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, വളർത്തിയ അധ്യാപകരുണ്ട്, കൂടെ വളർന്ന വിദ്യാർത്ഥികളുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന പ്രോഡക്റ്റിന് റാങ്ക് കിട്ടുന്നത്. ഇപ്പോൾ 10ാം ക്ലാസ് ക്ലാസ് ടീച്ചർ, ഞാൻ ടീച്ചറായതുകൊണ്ട് അതുപോലത്തെ ഒരു മണ്ടത്തരമാണ് ഏത് മന്ത്രി പറഞ്ഞാലും, ഏത് പാർട്ടിയിലെ മന്ത്രി പറഞ്ഞാലും. ഞാൻ ആരോഗ്യമന്ത്രിയായപ്പോൾ കേരളം നന്നായി, ആരോഗ്യം നന്നായി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിവരം അക്കാര്യത്തിലില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ഭക്ഷണങ്ങളുടെ കാര്യമൊക്കെ അങ്ങ് നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ വിഴിഞ്ഞത്ത് അടുത്ത കാലത്തുണ്ടായ സംഭവമാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 3 പേർ മരിക്കാനിടയായ സാഹചര്യം. അതിൽ ആരോഗ്യവകുപ്പ് കൃത്യമായി നടപടിയെടുത്തു. പലപ്പോഴും ഭക്ഷ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇക്കാര്യങ്ങളിൽ കൃത്യമായ മേൽനോട്ടം നടത്തുന്നില്ല എന്നുള്ള ആക്ഷേപം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യവകുപ്പ് മാത്രം ഇടപെട്ടാൽ മതിയോ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുകയും ആരോഗ്യവകുപ്പിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ സ്ഥാപനങ്ങൾ, സിനിമാ തിയേറ്റർ പോലും അവിടുത്തെ മലമൂത്ര വിസർജന ആ പ്രദേശത്ത് ശുചിത്വ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ നടപടിയെടുക്കാൻ പറ്റുന്ന ആരോഗ്യ പ്രവർത്തനം ഏറ്റവും പെരിഫറിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തകർ, പിന്നെ രോഗ സർവൈൽ സിസ്റ്റമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പറഞ്ഞത് തകർന്നു പോയത്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? കേരളത്തിൽ കലാപങ്ങൾ കൂടും, അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവങ്ങൾ കൂടും. കേന്ദ്ര ഫണ്ടുകൾ ലാപ്സാകുകയാണ്, വിദേശ ഫണ്ട് കൊണ്ടുവരുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞടക്കാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർമാർ തൊട്ട് അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് 1ാം തരം കക്ഷികൾ എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ചൊരു മിടുക്കന്മാരാണ്. അവന്മാർ പണിയാൻ സമ്മതിക്കില്ല. മന്ത്രിമാർ AK സെൻറ്ററും കൂടെയാണ് ഈ ആരോഗ്യരംഗം തീരുമാനം എടുക്കുന്നത്. വലിയ ഗതികേടാണ്. പൊളിറ്റിക്സ് പറയുന്നതല്ല, ഒരു പാർട്ടിയും ചെയ്തുവിടാത്താണ് ഇപ്പോൾ നടക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണോ? അതോടൊപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് തോൽവി ഉണ്ടായെങ്കിൽ പോലും ഒരു വലിയ മേജർ സെറ്റ്ബാക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? ഞാൻ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ്സുകാരനാണ്. 14 വയസ്സിൽ KSU ചേർന്നതാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വന്നതേ അല്ല. എൻ്റെ അമ്മയെ നോക്കാനായിട്ട്, അപ്പോൾ ദീർഘകാലം നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ജോലി വിട്ടിട്ട് ഇവിടെ വന്ന് നിന്നതാണ്. ഇവിടെ നിന്നപ്പോൾ എന്നെ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കി. ഞാൻ ഒരിക്കൽ രാഷ്ട്രീയത്തിൽ മാറി നിന്നിട്ടില്ല. ഈ എല്ലാ നേതാക്കന്മാരുമായിട്ട് സ്ഥിരബന്ധവും കോൺഗ്രസ് പാർട്ടിയെ സാങ്കേതിക രംഗങ്ങൾ സഹായിക്കുന്ന ആളായിരുന്നു. അപ്പോൾ എന്നോട് തെരഞ്ഞെടുപ്പ് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് നിന്നതാണ്. ഞാൻ അങ്ങോട്ട് സീറ്റ് ചോദിച്ചതല്ല. അപ്പോൾ എക്കാലത്തും അങ്ങനെയാണ്. ഇപ്പോൾ കോളേജുകളിൽ ചെയർമാനായതുപോലെ തന്നെയാണ്. പാർട്ടിക്ക് ആവശ്യം വന്നാൽ തെരഞ്ഞെടുപ്പ് നിൽക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കാത്ത ആളും തന്നെ. അതോ ഇനിയിപ്പോൾ കോൺഗ്രസിന് പിന്നിൽ നിന്നോട്ട് ഒരു സപ്പോർട്ട് കൊടുക്കാം, അങ്ങനെ ഒരു ധാരണയുണ്ടോ? അത് പാർട്ടിയാണ് തീരുമാനിക്കും. ഇപ്പോൾ ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ല. ഞാനിപ്പോഴും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. ഡോക്ടർമാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സംഘടനയുടെ ഒരു അന്തർദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏഷ്യ പസഫിക് ഡയറക്ടറാണ്. രാഷ്ട്രീയം കൂടെ. അങ്ങേ UN നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അങ്ങേക്ക് ആരോഗ്യമന്ത്രി പദം കിട്ടുമെന്നുള്ള വലിയ കാഴ്ചപ്പാടൊക്കെ ഉണ്ടായി. അല്ല, അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പള്ളി സാറാണ് അത് പറഞ്ഞത്.
കഴിഞ്ഞ UDF ഗവൺമെൻറ് വരികയാണെങ്കിൽ ഞാൻ ഇലക്ഷൻ നിന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു, ജയിക്കുകയാണെങ്കിൽ ഒരു നിർണായക ചുമതലയിലേക്ക് വരാം, അതിലൂടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ, സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താമെന്നുള്ള താല്പര്യമൊക്കെ ഉണ്ടായിരുന്നില്ല. പാർട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഇലക്ഷൻ നിൽക്കണോ, ജയിച്ചാൽ എന്ത് വേണം, തോറ്റാൽ എന്ത് വേണം. തോറ്റിട്ട് എനിക്ക് വേണം തിരിച്ചങ്ങ് UN അവിടെയൊക്കെ. ഇപ്പോഴെനിക്ക് ഞാൻ UN കൺസൾട്ടൻ്റാണ്. ലോകാരോഗ്യ സംഘടനയിൽ ഇപ്പോഴും എനിക്ക് ജോലിക്കുള്ളത് ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പോകാതിരുന്നത് ഇലക്ഷൻ തോറ്റു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടി. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. തീർച്ചയായിട്ടും അത് ഏത് കോൺഗ്രസ്സുകാരനും അങ്ങനെ ആയിരിക്കണം. ഏത് കോൺഗ്രസ് പ്രത്യേകിച്ച് സീറ്റിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. അതുമല്ല, പാർട്ടിയാണ്. പാർട്ടി നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ഇന്ന സീറ്റിൽ നിൽക്കും. അത് കഴക്കൂട്ടം അതുകൊണ്ടല്ലേ. ജയസാധ്യതയുടെ പ്രശ്നം എനിക്കറിയാമായിരുന്നു. പക്ഷേ കഴക്കൂട്ടം ഞാൻ കാരണം 5 വോട്ട് കൂടുന്നെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്തു. കഴക്കൂട്ടത്തിന് ഒരു ചേഞ്ച് വരുത്താൻ പറ്റുന്നതാണ്. ഞാൻ താമസിച്ചു വന്ന നിയോജകമണ്ഡലത്താണ്. തോൽവിയുടെ കാര്യത്തിലൊന്നും എനിക്ക് പ്രശ്നമില്ല. അച്യുതാനന്ദൻ തോറ്റിട്ടില്ല. അതെ, മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കൊണ്ട് അച്യുതാനന്ദൻ തോറ്റില്ല. അപ്പം തോൽവിയല്ല ഒരാളാണ്. ഞാൻ ഈ തോറ്റുകൊണ്ട് എൻ്റെ ഒരു ഡിഗ്രിയും പോയിട്ടില്ല. തോൽവിയിൽ നിന്നാണല്ലോ ജയം. മാത്രമല്ല ഞാൻ ആരോഗ്യപ്രവർത്തകരാണ്, രാഷ്ട്രീയക്കാരനാണ്, പ്രൊഫസറാണ്. തോറ്റുകൊണ്ട് എൻ്റെ MBBS ഡിഗ്രിയോ PhD തിരിച്ചെടുക്കാൻ പറ്റും. തോൽവി ഇലക്ഷനാണ് തോൽവി. എൻ്റെ വ്യക്തി നിലയ്ക്കാൻ തോൽക്കുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളെന്ന് നിലയ്ക്കാൻ തോൽക്കുന്നില്ല. രാഷ്ട്രീയത്തിൽ പരാജയങ്ങൾ വരും. ആത്യന്തികമായിട്ട് നമ്മളും ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും നിശ്ചയിക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയായിരുന്നാൽ പോലും കേരളത്തിൽ ഇടപെടാൻ പറ്റാത്ത അത്രയും രീതിയിൽ എനിക്ക് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് അത് പാർട്ടി അനുവദിച്ചുകൊണ്ടാണ്. അത് ചാരിതാർത്ഥ്യമാണ്. ഇപ്പോൾ മന്ത്രിയായാലേ കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിലോ MLA പോലും ആയിട്ടില്ലാത്ത ഒരുപാട് പേരാണ് കേരളത്തിൽ ആരോഗ്യരംഗത്തും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും മാറ്റം. എന്താണ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഒരു MLA ആകാൻ പറ്റുക, മന്ത്രിയാകാൻ പറ്റുന്നത്. പക്ഷെ അതല്ല രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യവും. ഞാൻ വിദ്യാർത്ഥിയോട് പറയുന്ന ആളാണ്. ഞാൻ തിരുവനന്തപുരം 2 കോളേജ് ചെയർമാനാണ്, സെനറ്റും പറയുന്നതാണ്. ഞാൻ അസംബ്ലി സീറ്റിങ്ങിന് ആ വഴിക്കേ പോയിട്ടില്ല. കേസുവിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്. അതിനു വേണ്ടി ആയിരിക്കരുത്. മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, കുട്ടികൾ കേൾക്കുകയാണെങ്കിൽ പറയണം, പഠിക്കുമ്പോൾ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരസ്പരം കാല് തല്ലി പിടിക്കലും തലപൊട്ടിക്കലുമല്ല, വയറ്റ് ചവിട്ടലുമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അറിയുന്നതുകൊണ്ടാണ്. വിദ്യാഭ്യാസമുള്ളവൻ രാഷ്ട്രീയത്തിൽ നിന്നാൽ മാത്രമേ നല്ല മന്ത്രിമാരുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കിട്ടുന്ന മന്ത്രി വഴി സഹിക്കേണ്ടി വരും. ഇപ്പം വിദ്യാർത്ഥികളെ മാറ്റി നിർത്തേണ്ടല്ലോ രാഷ്ട്രീയം. പക്ഷേ രക്ഷകർത്താക്കൾ അധ്യാപകരും ഭയക്കുന്നത് നോക്കിയെങ്കിൽ പിള്ളേർ തലയടിച്ച് പൊട്ടിച്ചത്. പിണറായി 3.0 വരുമെന്നുള്ള പൊതു ചർച്ചകൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ സജീവമായി ഉയർന്നു കേൾക്കുകയാണ്. അതേസമയം തന്നെ ഭരണമാറ്റം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു 3.0 ഉണ്ടാവുമോ കേരളത്തിൽ? വരില്ല എന്ന് ശ്രീ പിണറായിക്ക് മനസ്സിലായതുകൊണ്ടാണ് അദ്ദേഹം ഈ സിനിമാക്കാർ അവരുടെ ഇവിടെയൊക്കെ പോയിട്ട് ഇല്ലാത്തൊരു പിണറായി അവർ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ആരെ ഒതുക്കിയിട്ടുള്ളത്? 5-6 പേര് മുഖ്യമന്ത്രിയാകാൻ പാകത്തിൽ ഒരു പാർട്ടിയിൽ വളർന്നു വരിക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ജനാധിപത്യമല്ലേ. CPM ഒരാളേ ഉള്ളൂ. സംശയമുള്ളവരൊക്കെ അപ്പോഴും ഒതുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സീറ്റ് കൊടുക്കില്ല. കോൺഗ്രസ്സിന് ആലോചിച്ച് ഒരു ജനാധിപത്യ പാർട്ടി ഇതുവരെ ആരും ആകാശത്ത് പൊട്ടി വീണതല്ല. ജനങ്ങൾ വളർത്തി, ജനങ്ങൾ MLA ആക്കിയവർ, ജനങ്ങൾ മന്ത്രിയാക്കിയവരാണ്. അങ്ങനെ 5-6 പേര് ഈ പാർട്ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഭയങ്കര അഭിമാനമാണ്. ഇത് ഇന്നും ഇപ്പോൾ ഞാനത് രാവിലെ എടുക്കുമ്പോൾ സുധാകരൻ അപ്പുറത്ത് പോയത് അത് ഗ്രൂപ്പല്ലേ. 43 വർഷം വളരെ രംഗത്ത് ഞാൻ അദ്ദേഹത്തിനോട് സെനറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി തള്ളി. സർക്കാർ വലിയ തോതിൽ PRDയിൽ പരസ്യം നൽകിക്കൊണ്ട് അഭിമാന നേട്ടങ്ങൾ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്താണ് പ്രതികരണം? നമ്മൾ സിനിമ കാണുമ്പോൾ ഒരുപാട് പരസ്യം കാണാറില്ലേ, ഓർക്കാറുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ട് അതിൽ കണ്ട ഷർട്ടോ പാൻറ്റോ ഒന്നുമില്ല ഞാൻ വാങ്ങുന്നത്. താങ്കൾ അങ്ങനെയാണോ? അത് പരസ്യമാണെന്നറിയാം. പരസ്യത്തിൻ്റെ വഴിക്ക് പോകും. മന്ത്രിമാരുടെ പെർഫോമൻസിനെയും ആ വകുപ്പുകളുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? മന്ത്രിമാർ ഓവറോൾ പരാജയമായിരുന്നു. അത് കഷ്ടമാണെന്ന് പറഞ്ഞാൽ പിണറായി ചെയ്തതാണ്. അദ്ദേഹത്തിന് തുല്യമായി വരാൻ സാധ്യതയുള്ള എല്ലാവരും കരക്കിരുത്തി. പിന്നെ കുറച്ച് പാവങ്ങളെ പിടിച്ച് മന്ത്രിയാക്കി. അവരൊക്കെ ചിലരൊക്കെ കടന്ന് പാടുപെടുന്നു. എല്ലാവരും മോശമെന്ന് പറയുകയല്ല, അവരുടെ പരിമിതിക്കനുസരിച്ച്. ഇപ്പോൾ ഈ 5 മീറ്റർ മാത്രം ചാടിയിട്ടുള്ള ഒരാൾ 10 മീറ്റർ ചാട്ടത്തിന് കൊണ്ടുപോകുന്ന പോലത്തെ പ്രശ്നമാണ്. അവരെ പരമാവധി 5 മീറ്ററാണ് ചാടുന്നുണ്ട്, 10ലേക്ക് നോക്കാൻ പറ്റില്ല. ചില മന്ത്രിമാർ ഭയങ്കര തകർച്ചയാണ്. അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കരുത്. കേരളത്തിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മറ്റു ഒരു പരിഗണന നോക്കാതെ കഴിവുള്ളവർ, ഏത് ഗവൺമെൻറ് ആയാലും കഴിവുള്ളവർ മന്ത്രിമാരാക്കണം. കാരണം നമ്മൾ ഈ സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഇത്രയും നേരം സി മലയാളം ന്യൂസുമായി സംസാരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.